ആശാ വർക്കർമാർക്ക് ആരൊക്കെയാണ് ഉമ്മ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ഞാനും ഒന്ന് ആലോചിച്ചു നോക്കി. അധികാരത്തിന്റെ മറ്റൊരു സാംക്രമിക രോഗം പോലെ ആരോഗ്യമന്ത്രിയാണ് നിങ്ങൾ കേരളത്തിന്റെ അനാരോഗ്യമന്ത്രിയെ പോലെ പെരുമാറുന്നത് എന്ന് ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നു. സമരത്തിന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് വെറും വാക്കല്ല. പറഞ്ഞില്ല, നാളെ ഞങ്ങൾക്ക് ബാധകമായി. ഇപ്പൊ പ്രതിപക്ഷത്താണ് വിചാരിച്ച നാളെ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി, ഞങ്ങൾ തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോഴും ഇത് ബാധകമാണ്. ഞാൻ ഇവിടെ അത് പറഞ്ഞല്ലോ. അപ്പൊ ഈ പറഞ്ഞ വാക്കുകളെ മറക്കാതെ ഉറപ്പായിട്ടും ആ ഓർമ്മയിൽ തന്നെ വെക്കണം. അതിന് അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കൂല. Sir, Asha workers, madam. The word Asha resounds with the hope in Malayalam, Tamil, Hindi and many other languages. But for the Asha workers themselves, their conditions are becoming hopeless day by day, hour by hour. We term them as health activists, accredited social health activists, and we treat them as underpaid and overburdened activists. This cannot continue like this, ma'am. The government must take an urgent stand on this particular issue. They are very, very important for our primary health care. Yes. ഈ സമരത്തെ, അതിന്റെ ആവശ്യങ്ങളെ തലയിൽ ആൾതാമസമുള്ള ഒരാൾക്കും അന്യായമെന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു, ആശാ വർക്കർമാർക്ക് ആരൊക്കെയാണ് ഉമ്മ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ഞാനും ഒന്ന് ആലോചിച്ച് നോക്കി. ചില ആൾക്കാരുടെ പ്രസംഗമൊക്കെ കേട്ടപ്പോ ഞാനൊന്ന് ആലോചിച്ചു, ആശാ വർക്കർമാർക്ക് ആരൊക്കെയാണ് ഉമ്മ കൊടുത്തിട്ടുണ്ടാവുക. ഒരു സാധാരണ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞ് അവിടെ മകളായി മരുമകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരാള്, അവര് പ്രഗ്നന്റ് ആണ്, ഗർഭിണിയാണെന്ന് അറിയുമ്പോ ആ വീട്ടുകാരറിയുന്നതിന്റെ പുറകെ അതാദ്യം അറിയുന്നവർ ഈ ചേച്ചിമാരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട്? പിന്നെ ആ കാലയളവിലെ ഓരോ ഡെവലപ്മെന്റും കൃത്യമായി ചെന്ന് അമ്മയുടെ തൂക്കം, അമ്മ കഴിക്കുന്ന പോഷകാഹാരം, അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, സ്കാനിങ് കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ, ഡോക്ടറെ കാണുന്നുണ്ടോ, സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ തൂക്കം, ഡേറ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ആ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ആ കുടുംബം ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ആ കുടുംബം കൊടുക്കുന്ന ഉമ്മയോടൊപ്പം പിന്നെ ആ കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കുന്നത് ഈ ചേച്ചിമാരാണ്. ആ കുഞ്ഞിന് പോഷകാഹാരം കിട്ടുന്നുണ്ടോ, ആ കുഞ്ഞിന്റെ വളർച്ചയിൽ വാക്സിനേഷൻ നടത്തുന്നുണ്ടോ, അതിന് കൊടുക്കേണ്ട മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ, അതിന്റെ തുള്ളി മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ, അമ്മ സുരക്ഷിതമായിട്ടിരിക്കുന്നോ, മുലയൂട്ടുന്ന അമ്മയുടെ ആരോഗ്യം കൃത്യമാണോ എന്ന് തുടങ്ങി എല്ലാം നോക്കുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട്, അങ്ങനെ ഉമ്മ കൊടുക്കാൻ കേരളത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് അതിന്റെ പെറ്റമ്മ കുഞ്ഞിന് കൊടുക്കുന്നത് പോലെ ആ അമ്മയോടും കുഞ്ഞിനോടൊപ്പമുള്ള ഈ ചേച്ചിമാർക്കും ഒരു ഉമ്മ കൊടുക്കാൻ അവർ ആഗ്രഹിക്കും എന്ന കാര്യത്തിൽ ആർക്കാ കേരളത്തിൽ സംശയമുള്ളത്? ആരാ ആശാ വർക്കർമാർക്ക് ഉമ്മ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ? അവനവന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പോലും ഒരാൾ വീടുകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ മടിച്ചൊരു കാലത്ത്, എന്തിനധികം പറയുന്നു, ഞങ്ങളെപ്പോലുള്ള ആളുകൾ പോലും പുറത്തിറങ്ങി വന്ന പേടിയോടെ ഞങ്ങളുടെ കുടുംബം പോലും നോക്കിയിരുന്ന ഒരു കാലത്ത്, വീട്ടിലേക്ക് ആരും വരാതിരുന്ന ഒരു കാലത്ത്, കോവിഡ് എന്ന മഹാമാരി ഈ നാട്ടിലെ ജനങ്ങളെ പിടികൂടിയ ഒരു കാലത്ത് വീടിന്റെ ഗേറ്റ് തുറന്നു വരാൻ ധൈര്യം കാണിച്ച് നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാൻ അവനവന്റെ ജീവൻ വരെ പണയപ്പെടുത്തി അതിന് തയ്യാറായി നിന്ന ചേച്ചിമാർക്ക് ഉമ്മ കൊടുക്കാൻ അന്ന് കോവിഡ് കാലത്ത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിന് ആർക്കാ സംശയം? ആശുപത്രി ഡ്യൂട്ടിയുള്ള സമയത്ത്, ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തുന്ന സമയത്ത് അവനവന്റെ കാര്യം പോലും നോക്കാൻ സമയമില്ലാതെ തിരക്കിട്ടോടുന്ന ജനസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു വെക്കാൻ ചെല്ലുന്ന സഹോദരിമാരെ ചേർത്ത് പിടിക്കാൻ കേരളം എക്കാലവും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ആർക്കാ സംശയമുള്ളത്? സ്വന്തം വീട്ടിൽ കിടപ്പിലായിപ്പോയ ആളുകൾ ആ വീടിന്റെ ജനല് തുറന്ന് കാണുന്ന കാഴ്ചക്കപ്പുറത്തേക്ക് വീടിന്റെ പടിയൊന്ന് തുറന്ന് പുറത്തേക്ക് പോവാൻ ഒരു കാരണവശാലും കഴിയാതെ പോകുന്ന ആളുകൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ കെയർ കിട്ടേണ്ടി വരുന്ന സാധാരണക്കാരായ ആളുകൾ, ആ സാധാരണക്കാരെ കൈകളിൽ തൂക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകാനും, അതല്ല അവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും
അവര് കാറ്റും വെളിച്ചവും കൊള്ളുന്ന ഒരു ചെറിയ യാത്രക്ക് അവര് പോകുമ്പോ ഞങ്ങളുണ്ട് കൂടെ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ആ കട്ടിലിൽ കിടപ്പായി പോയവരെ പുറം ലോകം കാണിക്കുന്ന ഒരേ ഒരു വിഭാഗം ഈ പാവപ്പെട്ട ആശാവർക്കർമാർ. ആ കുടുംബം ആലോചിച്ചിട്ടുണ്ടാവില്ല, എന്റെ അപ്പനെ, എന്റെ അച്ഛനെ, എന്റെ അമ്മയെ ഇങ്ങനെ കാത്തുപരിപാലിക്കുന്ന ഈ ചേച്ചിക്ക്, സഹോദരിമാർക്ക് ഒരു ഉമ്മ കൊടുക്കണം എന്നുള്ളത് ആ കുടുംബത്തിലെ മക്കൾ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? അല്ല, ആ കുടുംബത്തിലെ അച്ഛനമ്മമാർ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ആശാവർക്കർമാർക്ക് ഉമ്മ കൊടുക്കാൻ, അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികളും ഉണ്ടായിട്ടുണ്ട്. അതില്ലാത്തവരുടെ അതിക്രമങ്ങളെ ആ സ്നേഹം കൊണ്ട് തന്നെ ഇവർ അതിജീവിക്കും എന്നുള്ള കാര്യത്തിനും ഒരു സംശയവും വേണ്ട എന്ന് തെളിയിക്കുന്ന ഒരു ധർമ്മ സമരവും പോരാട്ടവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്യുന്നവരെ സാംക്രമിക രോഗങ്ങളായിട്ട് തോന്നുകയാണ്. അധികാരത്തിന്റെ മറ്റൊരു സാംക്രമിക രോഗം പോലെ ആരോഗ്യമന്ത്രിയാണ് നിങ്ങൾ കേരളത്തിന്റെ അനാരോഗ്യമന്ത്രിയെ പോലെ പെരുമാറുന്നത് എന്ന് സ്നേഹത്തോടെ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ള ആളുകൾ നുഴഞ്ഞു കയറി എന്ന് ആക്ഷേപിക്കുന്നത്, ഇവരാരും നുഴഞ്ഞു കയറുന്നവരല്ല, പക്ഷേ ആരോരുമില്ലാത്ത ആളുകളുടെ വീട് കയറി ഇറങ്ങി അവരെ താങ്ങി നിർത്തുന്നവരാണ് എന്നുള്ളത് കേരളത്തിൽ നിലനിൽക്കാൻ അവരൊരു വർധനവ് വേണമെന്ന് പറയുമ്പോ അതിനെ ഇവിടെ വന്ന് മൈക്കും കെട്ടിവെച്ച് ആക്ഷേപിച്ചില്ലാതാക്കി ഭീഷണിപ്പെടുത്തി പിരിച്ചുവിടുമെന്ന് പറഞ്ഞ ഉമ്മാക്കിയൊക്കെ കാണിച്ച് സമരത്തെ ഇല്ലാതാക്കുമെന്നാണ് നിങ്ങൾ കരുതെങ്കിൽ പണം മാരുടെയും തറവാട്ട് വകയല്ല, അത് ഫിക്സഡ് ഡെപ്പോസിറ്റുമല്ല, ജനങ്ങൾ കൊടുത്തതാണെങ്കിൽ അത് തിരിച്ചെടുക്കാനും ജനങ്ങൾക്കറിയാം. അതിന് ചേച്ചി പറഞ്ഞ രാഷ്ട്രീയാതീതമായിട്ട് പറയുന്നതോടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുത്താൻ ജനങ്ങൾക്കറിയാം. ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നു. സമരത്തിന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് വെറും വാക്കല്ല. നേരത്തെ കേരളം നിങ്ങളുടെ കൂടെ ഉണ്ട്, മനസാക്ഷിയുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടെ വടകരയിലെ ജനങ്ങളുടെയും സമരാഭിവാദ്യം വളരെ ഊർജ്ജസ്വലമായ യുവശബ്ദം ഞങ്ങളുടെ ഈ സമരത്തിന് എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചതിന് എങ്കിലും ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അമ്മമാർക്ക് വേണ്ടി, നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി നിയമസഭയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുവാൻ ഒരു അവസരം ലഭിച്ചു എന്നുള്ളത് ഇപ്പോഴും വായിക്കുന്ന ആ ലിസ്റ്റിനകത്ത് തന്നെ സിക്കിമിന്റെ 10,000-ആയി വർദ്ധിപ്പിച്ചതിനെ പറ്റി അതേ ലിസ്റ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുക. അത് പക്ഷേ കേരളത്തിന്റെ ആരോഗ്യഭൂമി കാണാത്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അന്ന് ലഭിച്ച ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമിന്റെ ഭൂപടം മാപ്പ് ഉൾപ്പെടുത്തിയില്ലേ? അവരെ എന്നോട് മറുപടിയായി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്, അവർ പഠിച്ച കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും സിക്കിമും കേരളത്തിന്റെ ഭാഗം തന്നെയാണ്. ആ സിക്കിമിൽ 6,500 രൂപയാണ്. അങ്ങനെയാണ് എങ്കിൽ ശ്രീമതി വീണ ജോർജിനെ പഠിപ്പിച്ച കണക്കുപരമായ കുഴപ്പം തന്നെയുണ്ട്. ഇനി എനിക്ക് മനസ്സിലാകാത്തത്, ഞാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദിച്ചോട്ടെ. ഇനി അതിന്റെ പേര് ഒരു വാദപ്രതിവാദത്തിന് വേണ്ടി ചോദിക്കുകയല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടിസ്ഥാന ശമ്പളം 93,000 രൂപയാണ്. അടിസ്ഥാന ശമ്പളം. മറ്റാനുകൂല്യങ്ങൾ വേറെയില്ല. അപ്പോൾ നമ്മൾ ആ ശമ്പളം മാത്രമാണ് എടുക്കുന്നത്. അതായത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു ദിവസം 24 ശമ്പളം മാത്രമേ ഉണ്ടോ? പെട്രോൾ അടിക്കാൻ 5 രൂപ 5 പൈസ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ട, ഭക്ഷണത്തിന് 5 പൈസ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ട, അതെല്ലാം വിട്ടു. ഞാൻ ശമ്പളം മാത്രമാണ് എടുക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് കേരളത്തിലെ എല്ലാ ആശാവർക്കർമാർക്കും വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത്. അതിൽ രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ വേർതിരിവില്ല. ഈ സമരവേദി ചേരുന്ന ആരും എന്തെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കുചിതമായ താല്പര്യത്തിന്റെ പേരിലോ അല്ലാതെ ഞങ്ങൾ 100% ബോധ്യമുണ്ട്. ഇത് പൊതുസമൂഹമേഖല കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു സമരമാണ്. ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ ശ്രീ ഷാഹി പറഞ്ഞതുപോലെ ബോധ്യമുണ്ട്. ചില നേതാക്കന്മാരും ഭരണത്തിലിരിക്കുന്ന ആളുകളും മാത്രമാണ് ഈ സമരത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നത്. ഈ കേരളത്തിന്റെ മുഴുവൻ ആളുകളും നമ്മുടെ ഈ സമരത്തോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു.
തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വിഷയങ്ങളിലെ അതിഗംഭീരമായി നിയമസഭയിൽ അവതരിപ്പിച്ച ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ ക്ഷണിക്കുകയാണ് എംഎൽഎ. അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഇവിടെ വന്നിരുന്നു. നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ചു. വീണ്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ അത് നേരിട്ട് കിട്ടുന്നില്ല അല്ലേ? അപ്പൊ ആ ഉയർന്ന പൈസ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതാത് മാസങ്ങളിൽ കറക്റ്റ് ഡയറക്റ്റ് തരികയാണെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതെങ്കിലും സമയം അതിന് വേണ്ടിയുള്ള സംവിധാനം പിന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ പറയുമ്പോൾ അത് DBT ചെയ്യണമെന്ന് പറയും. അപ്പൊ അത് നിങ്ങളുടെ പെൻഡിങ്ങിലാവും, അത് കുടിശ്ശികയാവും. ഞാനത് പറഞ്ഞില്ല, നാളെ ഞങ്ങൾക്ക് ബാധകമായി. ഇപ്പൊ പ്രതിപക്ഷത്താണ് വിചാരിച്ചു നാളെ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി ഞങ്ങൾ തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോഴും ഇത് ബാധകം. ഞാൻ അവിടെ അത് പറഞ്ഞല്ലോ. അപ്പൊ ഈ പറഞ്ഞ വാക്കുകൾ മറക്കാതെ ഉറപ്പായിട്ടും ആ ഓർമ്മയിൽ തന്നെ അതിന് അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കൂല. ലോക്സഭയിൽ ആവശ്യപ്പെട്ടാണ് എടാ ആ ബാക്കിന് ചേച്ചിക്ക് ചേച്ചി സുപ്രീം കോടതി കൂടിയാണ് നമുക്ക് ഉള്ള ഈ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതാണ് എല്ലാ രാഷ്ട്രീയ നമുക്ക് കിട്ടുന്ന 8% So we are talking about accredited social health activists, Sir Asha workers, madam. The word Asha resounds with the hope in Malayalam, Tamil, Hindi and many other languages. But for the Asha workers themselves, their conditions are becoming hopeless day by day, hour by hour. So they are on the streets in front of the Secretariat of Trivandrum for last 30 days. They started their protest on February 10th and this is March 10th. They are still exposed to the sun. They are still exposed to the rain. Day and night they are protesting for their minimum wages, their social security benefits, their retirement benefits. They are still exposed to the sun and the rain the day and night. It's a dust and heat. There is not even a shade in front of them, above them to protect them. So no government is taking responsibility of these people and their demand. Both governments are in heated arguments about on whom to involve. Sir, while they are arguing, while they are debating, we, the people of Kerala and the representatives of them, we are kindly requesting, urging the central government to take actions to ensure that they get their minimum wages at least. They get their due, sir. Sir, they must be given their dignity. So we know that, as KCG rightly mentioned, 233 rupees for a day, who have to work 12 to 14 hours, not allowed to do any other work. They have to take care of the maternal health care. They have to take care of the child health. They have to take care of the immunization. They have to take care of the disease surveillance. They have to take care of the palliative care and what not, sir. Still they are continuing to be underpaid and overburdened. We term them as health activities, accredited social health activists, and we treat them as underpaid and overburdened activists. This cannot continue like this, ma'am. The government must take an urgent stand on this particular issue. We cannot see them toiling hard for their minimum wages, ma'am. COVID-19 period was someone who were not ready to even visit, even when the relatives were not ready to visit our homes. These people came to us. They protected us. They served us. They are treated as health professionals. But what in return, what are we giving in return, ma'am? This is not an injustice what they are asking for. They are not asking for a millionaire benefit. They are asking for their minimum wages, ma'am. So I urge the central government to listen to them. I urge the state government to listen to them, have a sitting with them, address their issue, address their concern,
and let it be sold, ma'am, because they are very, very important for our primary health care. Yes.